ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ മിക്കവർക്കും കൂടുതലായിട്ട് കാണുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ്, അതുപോലെ LDL കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട് കാണും. അപ്പോൾ മിക്കവർക്കും ഒരു ടെൻഷനാണ്. അപ്പോൾ അതിന് ഒരു പരിധി വരെ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലർക്കൊരു സംശയമാണ്, ഫാറ്റി ആസിഡ് എന്ന് വെച്ചാൽ ഫിഷ് ഓയിലാണോ അതോ കോഡ് ലിവർ ഓയിലാണോ എടുക്കേണ്ടത്, അതുപോലെ ഫിഷ് ഓയിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്, ഓൺലൈനിലൊക്കെ പല റേറ്റിന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടതെന്ന്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് കുറയുന്നതിന് പ്രധാനമായിട്ടും വേണ്ടത് ഒമേഗ 3 ഫാറ്റി ആസിഡുകളാണ്. അതിൽ EPA കണ്ടൻറ്റും DHA കണ്ടൻറ്റും നോക്കിയിട്ട് തന്നെയാണ് നമ്മളിത് വാങ്ങുന്നത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് EPA കണ്ടൻറ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റുകൾ സാധാരണയായിട്ട് ഉയർന്ന അളവിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നൽകാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളവയാണ്. പക്ഷേ കോഡ് ലിവർ ഓയിലിൽ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഒപ്പം വിറ്റാമിൻ A, വിറ്റാമിൻ D എന്നിവയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറക്കാൻ നമ്മൾ ഫിഷ് ഓയിലിൻ്റെ ഉയർന്ന ഡോസ് എടുക്കുമ്പോൾ കോഡ് ലിവർ ഓയിലാണ് കഴിക്കുന്നതെങ്കിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും നമ്മളെ ശരീരത്തിൽ അപകടകരമായ അളവിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സപ്ലിമെൻറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉയർന്ന ഒമേഗ 3 മാത്രം അടങ്ങിയ ഫിഷ് ഓയിലാണ് നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യേണ്ടത്. കോഡ് ലിവർ ഓയിലല്ല, ഫിഷ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിന് ഉയർന്ന ഡോസിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ആവശ്യമായിട്ട് വരും. ആ സമയത്ത് ഒരു ഡോക്ടർ നിർദ്ദേശമില്ലാണ്ട് ഉയർന്ന ഡോസിലുള്ള സപ്ലിമെൻറ്റുകൾ ഒരിക്കലും കഴിക്കരുത്. നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ്സ് അളവ് എത്രയാണെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറുമായി സംസാരിച്ച ശേഷം അവർ നിർദ്ദേശിക്കുന്ന ശരിയായ അളവിൽ അഥവാ ഡോസേജ് അളവിലുള്ള ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് ഭയങ്കര കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡോസേജ് കൂടിയത്, ഭയങ്കര ഡോസുള്ളത് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ EPA, DHA ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫിഷ് ഓയിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കണ്ട 450 മില്ലിഗ്രാം EPA, 300 മില്ലിഗ്രാം DHA ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫിഷ് ഓയിൽ ക്യാപ്സ്യൂളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓൺലൈനിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമ്മളത് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഓൺലൈനിലാകുമ്പോൾ പല റേറ്റിന് കാണുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റുകൾ മാറ്റം അനുസരിച്ചിട്ടാണ് അതിൻ്റെ വിലകൾ വ്യത്യാസം വരുന്നത്. പലതും പല റേറ്റിൽ കിട്ടുന്നുണ്ടല്ലോ എന്നല്ല, ഇതിൻ്റെ കണ്ടൻറ്റുകൾ മാറ്റങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പൈസകൾ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇത് കുറേ നാൾ കുടിക്കാനും പറ്റില്ല, ഒരു നിശ്ചിത അളവിലാണ് കുടിക്കാൻ പറ്റുള്ളൂ. ഒരു 10 ദിവസമൊക്കെ നിങ്ങൾ കുടിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാണ്ട് ഒരു മാസമൊക്കെ കണ്ടിന്യൂ ആയിട്ടൊന്നും കുടിക്കാൻ പറ്റില്ല, അതും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ രാവിലെ ആപ്പിൾ സിഡർ കുടിക്കാൻ പറ്റുവാണെങ്കിൽ കുടിക്കുക, അതും അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് കുടിക്കുക. അതുപോലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, അരിഭക്ഷണം കുറയ്ക്കുക, അതുപോലെ ഓയിലി കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. അങ്ങനെ ചെറിയ ചെറിയ ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ട്രൈഗ്ലിസറൈഡ്സിനെ നോർമലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കാനും ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഹെൽത്തി വീഡിയോസായിട്ട് വീണ്ടും വരാം. അതിനായിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്